ഹലോ. അപ്പ് ഹലോ. അപ്പം ഇന്ന് വിഷു പർച്ചേസിനായിട്ട് സീമാസിൽ പോയി. നമ്മുടെ കട്ടപ്പനയിൽ പുതിയ ഷോറൂം വന്ന് ടൊവിനോ ഉദ്ഘാടനമൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങൾ ഇന്നാഗ്രേഷൻ ഒന്നും പോയില്ല, പറ്റിയില്ല. അങ്ങനെ എൻട്രൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ കമ്മലിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോയി. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി കളക്ഷൻസാണ്. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പം ആൻറ്റി ഗോൾഡിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി സ്റ്റോൺ ഇയറിങ്സ് ഉണ്ടായിരുന്നു. സ്റ്റോൺ ഇയറിങ്സ് എന്ന് പറയുമ്പം ഇപ്പം അത് സ്റ്റോൺസ് ഒന്നും പോകാത്ത നല്ല ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള നല്ല ഇയറിങ്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ മെറ്റീരിയലിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോയി. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി കളക്ഷനും അവിടെ മെറ്റീരിയലിൻ്റെ കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഉറപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് ടൈം ഞാൻ വരുന്ന സമയത്ത് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ വരുന്ന ഉറപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതുപോലെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ റെൻ്റൽ ജ്വല്ലറിയുടെ സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ട് നോക്കിയിട്ട് പിന്നെ പോയി. പിന്നെ ഞങ്ങൾ കയറിയപ്പോഴായിരുന്നു ഷീനാമേനെയൊക്കെ കണ്ടേ. പിന്നെ അയച്ചു അവരുടെ കൂടെയൊക്കെ കുറേ നേരം ഓടിക്കളിച്ച് നടന്നു. ഇത് സാരി സെക്ഷനാണ്. അങ്ങനെ പിന്നെ അവന്മാർക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടി അവന്മാരുടെ സെക്ഷനിൽ പോയി. അവളാണെങ്കിൽ നല്ല അലമ്പാണേ. അവിടെ ക്ലോത്ത് ബാസ്ക്കറ്റിൽ കയറി അവളിരിക്കുക. അത് അവൾ പറയുന്നത് അവളുടെ വണ്ടിയാണ്, അവളെ വലിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളുടെ കൊച്ചച്ചന്മാരുടെയൊക്കെ വഴക്കുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. ബലൂൺ ആണെങ്കിൽ ഏതോ ഒരു കൊച്ചിനെ മേടിച്ചതാണേ. അത് കഴിഞ്ഞ് കുറേ നേരം നന്ദുൻ്റെ മടിയിൽ ചന്തുൻ്റെ കൂടെയൊക്കെ ആയിട്ട് കുറേ നേരം അനങ്ങാതെയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ ഇരുന്ന ബൊമ്മക്കുട്ടീനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനെ കുറേ നേരം ഞോണ്ടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവന്മാർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പിന്നെയും കയറി വന്നേ. അവന്മാർ സെലക്ട് ചെയ്യും, പിന്നെ ഞങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും പിന്നെയും സെലക്ട് ചെയ്യും, പിന്നെയും ചൂസ് ചെയ്യുമ്പോഴും ഞങ്ങൾ കയറി ഇറങ്ങി മടുത്തു. ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ശകലം സമയം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. പിന്നെ ഞങ്ങൾ അവന്മാരെ ഡ്രസ്സ് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അച്ചയ്ക്ക് ഷർട്ട് പീസിനൊക്കെ ആയിട്ട് താഴോട്ട് പോയി ഷർട്ട് പീസൊക്കെ നോക്കി. എന്നിട്ട് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങളുടെ സെക്ഷനിലേക്ക് പോകാൻ ഓർത്തു. അവിടെ ക്ലീനിങ് വന്ന ചേച്ചിമാരൊക്കെ അവളോട് ഭയങ്കര കളിയൊക്കെയായിരുന്നേ. അവളും എല്ലാവരോടും ഭയങ്കര കളിയൊക്കെയായിരുന്നു. പിന്നെ എന്നോടായിരുന്നു തൊപ്പി വെക്കാനും തൊപ്പി എടുക്കാനും തൊപ്പി വെച്ചുള്ള പോസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെയുള്ള എല്ലാവർക്കും മാക്സിമം ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് വന്നത് പുള്ളിക്കാരി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ ഷോപ്പിങ്ങും പെട്ടെന്ന് തീർത്തു. അയച്ചുവിനെ വിശക്കാനൊക്കെ തുടങ്ങിയായിരുന്നേ. വിശക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ കുറുമ്പൊരൽപ്പം കൂടി വരും. അപ്പം നമുക്ക് മനസ്സിലാവും വിശക്കാൻ തുടങ്ങി, ഇനി സേഫ് അല്ല എന്നൊക്കെ. അപ്പം ഞങ്ങൾ കുറച്ച് സ്പീഡിൽ അവളുടെ കിഡ്സ് സെക്ഷനിലും കൂടെ ഓടിപ്പോയി ഫ്രോക്സൊക്കെ ജസ്റ്റ് നോക്കി. അവൾക്ക് എടുത്തൊരു വിഷു തീം വരുന്നൊരു ഫ്രോക്ക്, നമ്മുടെ മയിൽപ്പീലിയുടെ ഒരു ചെറിയ ഫ്രോക്ക് എടുത്തു. 1 ടൈം യൂസൊക്കെ അവൾ ചെയ്യുള്ളൂ. അപ്പം അതെടുത്തു. അവൾക്ക് വേണ്ടി ഒത്തിരി സെർച്ച് ചെയ്യില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ മതിയാക്കി ഇറങ്ങി.